ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നമുക്ക് സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ ഒരുപാട് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ ആ കുട്ടി എന്തായാലും കമൻറ്റ് ചെയ്ത് ചോദിച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് എന്തായാലും വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണ്, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്, നമ്മുടെ പുതിയ ചാനലാണ്, എൻ്റെ പേര് മേഘാവണി എന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഏതെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ വജൈനൽ ഡിസ്ചാർജ്, വാട്ട് ഈസ് നോർമൽ ആൻഡ് അബ്നോർമൽ, ഇതിൽ നോർമൽ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്, അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഏതാണ് എന്നുള്ളതായിരുന്നു ആ കുട്ടി കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ യൂട്രസിൻ്റെ ഒക്കെ ലൈനിങ്ങിൽ നിന്ന്, അതുപോലെ തന്നെ നമ്മുടെ വജൈന അഥവാ യോനിയുടെ ഭിത്തിയിൽ നിന്നൊക്കെയാണ് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. ഈ ഡിസ്ചാർജ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെയാണ്, യൂട്രസിൻ്റെ ലൈനിങ്ങിൽ നിന്നും അതുപോലെ തന്നെ വജൈനയുടെ ഭിത്തിയിൽ നിന്നൊക്കെയാണ് ഈ ഡിസ്ചാർജ് ഉണ്ടാവുക. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു വജൈനൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പീരീഡ്സ് ഒക്കെ ആവുന്നതിൻ്റെ ഒരു 4-5 ദിവസം മുന്നേ, അല്ലെങ്കിൽ ഒരു ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ് ഉണ്ടാവുക. അതിന് കുറച്ച് ദിവസം മുന്നേ ആയിട്ടും, അതുപോലെ പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു കുറച്ച് ദിവസമായിട്ടും, ഇങ്ങനെയൊക്കെയാണ് നോർമൽ രീതിക്കുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് പല ടൈപ്പ്, അതായത് ഒരു എന്താ പറയുക, നോർമൽ ഒരു മിൽക്കി കൈൻഡ്, അല്ലെങ്കിൽ ഒരു കേർഡി ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു അങ്ങനത്തെ ടൈപ്പൊക്കെ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു എഗ് വൈറ്റ് കൈൻഡ്, അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ളതാണ്. അതായത് പ്രത്യേകിച്ച് ഒരു കളർ ചേഞ്ച് ഒന്നും ഇല്ലാതെ ഒരു കേർഡി കൈൻഡ്, മിൽക്കി കൈൻഡിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് വരുന്ന ഡിസ്ചാർജ് എന്ന് പറയുന്നത് നല്ല കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പിന്നെ കറക്റ്റ് ഇന്ന ഒരു ഓർഡർ എന്നുള്ള രീതിക്ക്, ഇപ്പം ചിലപ്പോൾ ചിലവർക്ക് പീരീഡ്സ് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടാവാം, ചിലപ്പോൾ നെക്സ്റ്റ് പീരീഡ്സിൻ്റെ കുറച്ച് ദിവസം മുന്നേ ആയിട്ടും ഇടയിലൊക്കെ ഇതുപോലത്തെ ഡിസ്ചാർജ് കാരണം ചിലപ്പോൾ ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സംഭവം പോലെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ളതാണ്. ഇനി ഏതാണ് നോർമൽ അല്ലാത്തത്, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട്, അതായത് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒരുപാട് ഇങ്ങനെ നിങ്ങളുടെ പാൻറ്റീസ് നന്നായിട്ട് വെറ്റ് ചെയ്യുന്ന രീതിക്ക് ഡിസ്ചാർജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ഇച്ചിങ് ഉണ്ട്, ചൊറിച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്, അതുപോലെ നിങ്ങൾ യൂറിനൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര പെയിന് തോന്നുന്നുണ്ട്, പിന്നെ കളർ ചേഞ്ച്, ഒരു യെല്ലോ കളർ അല്ലെങ്കിൽ ഒരു പച്ച കളറൊക്കെ നമ്മൾ ഈ ഒരു നോർമൽ ഡിസ്ചാർജിൻ്റെ കൂടെ മിക്സ് ആയിട്ടൊക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോർമലി അറിയാൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ ഒരു ഡിസ്ചാർജ് വരുന്നതുകൊണ്ട് വേറെ പ്രോബ്ലംസ് ഇല്ല, ഇച്ചിങ് ഇല്ല, ഇറിറ്റേഷൻസ് ഇല്ല, അതുപോലെ നോർമലായിട്ട് വരുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ക്വയറ്റ് നോർമലാണ്. അതല്ലാതെ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഇത് ശരിയാവുന്നില്ല, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്, ചൊറിച്ചിൽ വരുന്നുണ്ട്, നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ വേദന വരുന്നുണ്ട്, കളർ ചേഞ്ച് വരുന്നുണ്ട്, പിന്നെ ഒരുപാട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഭയങ്കര കൂടുതലാണ് ഈ ഒരു ഡിസ്ചാർജ് എന്നുണ്ടെങ്കിൽ അത് അബ്നോർമൽ ആയിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ വേഗം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഈ ഒരു നോർമൽ വജൈനൽ ഡിസ്ചാർജിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു എന്താ പറയുക, ഇതുപോലത്തെ അബ്നോർമൽ ആയിട്ടുള്ള ഡിസ്ചാർജസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണ് കൂടുതൽ ഇത്തരത്തിലുള്ള ഇങ്ങനെ അബ്നോർമൽ ഡിസ്ചാർജസ് വരുന്നതിന് കാരണമാക്കുന്നത്. അതുപോലെ തന്നെ ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഇതിന് കാരണമാവാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ മേ ബി ഹൈജീൻ, നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഹൈജീൻ കീപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാവും. അതായത് നിങ്ങൾ ഭയങ്കര വെറ്റായിട്ടുള്ള പാൻറ്റീസ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഓരോരോ ടൈപ്പാണ്. അതായത് നിങ്ങൾ ഹൈജീൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാവില്ല. ഈ ഒരു പറഞ്ഞിട്ടുള്ള, അതായത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഈസ്റ്റ് ഇൻഫെക്ഷൻ, ഫംഗസ് ഇൻഫെക്ഷൻ, ഇതിലേതെങ്കിലും ആകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ കീപ്പ് ചെയ്യാത്തതുകൊണ്ടതായിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഹൈജീനായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക, ഡ്രൈ ആയിട്ട് വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ കോട്ടൺ പാൻറ്റീസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇറുകി പിടിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതുപോലെ വെറ്റാവുക, നിങ്ങളുടെ പാൻറ്റീസ് വെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എപ്പോഴും വെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് കൊടുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ടുള്ള, അതായത് ഇങ്ങനെ അവിടെ എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കാതെ ക്ലീൻ ആൻഡ് ഡ്രൈ ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നോക്കാം. അതുപോലെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ഇൻഫെക്ഷൻസ് കാരണമായിരിക്കുമല്ലോ ഇങ്ങനത്തെ വജൈനൽ ഡിസ്ചാർജിന്റെ അബ്നോർമൽ ആയിട്ട് മാറുന്നത്. അപ്പോൾ മേ ബി അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന പാഡ്സ്, അതായത് നിങ്ങൾ പെർഫ്യൂംഡ് ആയിട്ടുള്ള പാഡ്സ്, ചില പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സ്മെൽ ഉണ്ടാവും. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള പെർഫ്യൂം, ഇങ്ങനത്തെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്താ പറയുക, ഇൻഫെക്ഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് അബ്നോർമൽ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പിന്നെ പറയുകയാണെങ്കിൽ
നിങ്ങൾ എന്തെങ്കിലും അവിടെ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ക്രീംസോ മോയ്സ്ചറൈസേഴ്സോ അല്ലെങ്കിൽ പെർഫ്യൂം കൈൻഡ് ഓഫ് സംഭവങ്ങൾ എന്തെങ്കിലും ആ ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ pH ഒക്കെ ബാലൻസ് തെറ്റിയിട്ട് ഇൻഫെക്ഷൻ ആയിട്ട് മാറിയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ മെയിനായിട്ട് മെൻസ്ട്രൽ കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു 10 to 12 ഹവേഴ്സിൻ്റെ ഉള്ളിലായിട്ട് അതിന് നിങ്ങൾക്ക് നോർമൽ ബ്ലഡ് ഫ്ലോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊരു 4-5 ഹവേഴ്സ് ഒക്കെ കഴിയുമ്പോൾ ചിലവർക്ക് എടുത്ത് എന്താ പറയുക ക്ലീൻ ആക്കിയിട്ട് രണ്ടാമത് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. അതല്ല നിങ്ങൾക്ക് നോർമലി ഉള്ളൊരു ബ്ലഡ് ഫ്ലോയേ ഉള്ളൂ, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 12 മണിക്കൂറിലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു 12 ഹവേഴ്സ് 10 to 12 ഹവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും മെൻസ്ട്രൽ കപ്പ് എടുത്തിട്ട് അത് ക്ലീൻ ആക്കിയിട്ട് എഗെയിൻ നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം, വജൈന എന്ന് പറയുന്നത് ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ നമ്മുടെ ഇതുപോലെ തന്നെ സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെറുതെ ഇങ്ങനെ ഒരുപാട് ഹൈജീൻ എന്നുള്ള രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതായത് നിങ്ങൾ ഒരുപാട് ഇൻറ്റിമേറ്റ് വാഷസ് യൂസ് ചെയ്യാണ് ആ ഒരു ഏരിയയിൽ സ്ഥിരമായിട്ട് നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു നോർമൽ രീതിക്ക് നമുക്ക് പീരീഡ്സ് സമയമൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും റിക്വയർഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം മൈൽഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുക. അതുപോലെ ക്ലീൻ ആക്കിയിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നോർമലി നമ്മൾ വെള്ളം തന്നെ യൂസ് ചെയ്തിട്ട് കഴുകിയിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും മതി. അപ്പോൾ നിങ്ങളുടെ കണ്ടീഷൻ ഭയങ്കര വേഴ്സ് ആണ് ഈ ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾവേസ് പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ ഡയറ്റ് പ്ലാൻ, അതായത് നന്നായിട്ട് വെള്ളം കുടിക്കുക, വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യൻസ് അടങ്ങുന്ന ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റിൽ യോഗേർട്ട്, തൈര് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ യോഗേർട്ട് അതുപോലെ തൈരൊക്കെ ഇത്തരത്തിലുള്ള പുളിപ്പിച്ച ഫുഡുകൾ ഉണ്ടാവില്ലേ, ഇപ്പം നമ്മൾ അപ്പം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ എന്താണ് പുളിപ്പിച്ച ശേഷമല്ല അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഫുഡുകൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ്. ഈ യോഗേർട്ടും തൈരൊക്കെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നമ്മുടെ വജൈനൽ ഹെൽത്തിന് കൂടി നല്ലതായിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നോർമൽ ആയിട്ടുള്ള ഒരു രീതിക്കുള്ള വജൈനൽ ഡിസ്ചാർജ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വേഴ്സ് ആയിട്ടുള്ളത് എങ്ങനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടതോട് കൂടിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് മടിക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.